കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമുക്കൊന്ന് ചായിരിപ്പാൻ കർത്താവ് അനുവദിച്ച് ദയക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശു ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വി ഷുഡ് ബി വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. എന്നെ സംബന്ധിച്ചോളം ഒരാൾ പഞ്ഞി മാറി എന്ന് പറഞ്ഞാലും എൻ്റെ അകത്ത് തുള്ളുവാൻ. എൻ്റെ കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിൻ്റെ തെളിവാണ് അത്ഭുത രോഗസൗഖ്യങ്ങളും. ചിലർ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഡസ് നോട്ട് മീൻ ജീസസ് ഡസ് നോട്ട് ഹീൽ. ഹീ ഈസ് എ ഹീലർ. ഹീ ഹാസ് ബീൻ എ ഹീലർ ആൻഡ് വിൽ ബി എ ഹീലർ. അതുകൊണ്ടാണ് വചനം പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹീ ഈസ് ദ സെയിം. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അത്ഭുത സൗഖ്യം സംഭവിക്കും. അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നയാളാണ്. അത്ഭുത വഴികൾ തുറക്കപ്പെടും. അത്ഭുത സാമ്പത്തിക മാർഗങ്ങൾ തുറക്കപ്പെടും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു മുഖാന്തരമാണ് ഇത് സംഭവിക്കുന്നത്. വചനത്തിൽ തന്നെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചത് തന്നെ അനുഗ്രഹിക്കുവാനാണ്. ആ അനുഗ്രഹം എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ യു ടേൺ അവേ ഫ്രം ഇനിക്വിറ്റി ടു ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ അനീതിയിൽ നിന്നും തിരിഞ്ഞ് ക്രിസ്തു യേശുവിലേക്കാകുമ്പോൾ അനുഗ്രഹം വരും. അനുഗ്രഹത്തിൻ്റെ അർത്ഥം സാമ്പത്തികമായ മുന്നേറ്റം മാത്രമല്ല. സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തളർന്ന് കിടക്കുന്ന സമയത്ത് സാമ്പത്തികമായി ഐ വാസ് വെരി വെൽ ഓഫ്. എന്നാൽ ആരോഗ്യം എനിക്ക് വേണമായിരുന്നു. അതായിരുന്നു ആ സമയത്ത് എൻ്റെ സമർത്ഥി. ചിലർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുമുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമാധാനം. ഒരു അച്ചായൻ്റെ വീട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്ന എതിരെ ചിലർ ചെന്ന് പോകരുത്, ഇനി മേലാൽ പോയാൽ ഞങ്ങൾ ഇത് നടപടിയെടുക്കും എന്ന് താൻ പറഞ്ഞപ്പോൾ താനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്തിരി ഒരു സമാധാനം തരാമോ? അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷേ കുടുംബത്തിൽ ഒരു സമാധാനവുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഫ്രീഡമുണ്ട്. ഇന്ന് ഞാൻ പറയാം, സർവ്വബുദ്ധിയും കവിയുന്ന സമാധാനം യേശുവിൻ്റെ പക്കൽ മാത്രമാണ്. സോ ആ വ്യക്തിക്ക് സമാധാനമാണ് സമൃദ്ധി. സോ സമൃദ്ധിയുടെ അർത്ഥം, പ്രോസ്പെരിറ്റിൻ്റെ അർത്ഥം ഷാലോം എന്ന് പറഞ്ഞാൽ ഏത് മേഖല എടുത്താലും അവിടെ ഒരു കണ്ടൻറ്റ്മെൻറ്റ്, തൃപ്തികരമായ അനുഭവം. പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഈ സമൃദ്ധിക്കെതിരെ പറയുന്നത്. സമൃദ്ധി, പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ്. സാമ്പത്തികം അതിനകത്തുണ്ട്. കർത്താവിനെ നോക്കുന്നവർ പ്രകാശിതരാകും, അവർ ലജ്ജിക്കത്തില്ല. യേശു ദരിദ്രനായത് നമ്മൾ സമ്പന്നരാകാനാണ്. ആ സമ്പന്നത സാമ്പത്തികമായ കാര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, പഴയ നിയമത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: സമ്പത്തുണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് ശക്തി നൽകും. ഐ വിൽ ഗിവ് യു പവർ ടു മേക്ക് വെൽത്ത്. ദൈവം തൻ്റെ സ്വന്തം മൊഴിയായി അരുളി ചെയ്ത വാഗ്ദത്തമാണ്. സോ ഓവറോൾ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി തൻ്റെ ജീവൻ കൊടുക്കുമ്പോൾ ദർ ഈസ് എ സെൻസ് ഓഫ് ഹോൾനെസ്, സ്പിരിറ്റ്, സോൾ ആൻഡ് ദ ബോഡി പ്രോസ്പറിങ്. അതാണ് യോഹന്നാൻ എഴുതുവാൻ പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് ശുഭമാകുന്നത് പോലെ ആസ് യുവർ സോൾ പ്രോസ്പർ ആൻഡ് ബി ഓഫ് ഗുഡ് ഹെൽത്ത്. എല്ലാ മേഖലകളിലും പൂർണ്ണ തൃപ്തി. അതാ യേശു ക്രിസ്തുവിൻ്റെ കൂടെ യേശു ക്രിസ്തു ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുത്തില്ല എന്നല്ല, വെല്ലുവിളികൾ വരുത്തില്ല എന്നല്ല, അത് വരുമ്പോഴും
യഥാർത്ഥത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ വാക്കുകൾ വചനത്തിൽ പണിയപ്പെട്ട ഒരാളാണോ, ഏത് വെല്ലുവിളി വന്നാലും താൻ കുലുങ്ങത്തില്ല. അതാ യേശു പറഞ്ഞത്, പാറയിന്മേൽ പണിതിരിക്കുന്ന ഭവനം ഏത് വെല്ലുവിളിയും നേരിടും. അതിൻ്റെ കാരണം ഈസ് ഇൻസൈഡ് ദ ഹൗസ് ആൻഡ് ദാറ്റ് ഹൗസ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. ഇൻസൈഡ് ജീസസ്, അതാ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് നിങ്ങൾ പുതിയ നിയമലേഖനങ്ങളിൽ മുഴുവൻ വായിക്കും. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി അവൻ സാഹചര്യങ്ങളെ പരിഗണിക്കത്തില്ല. കാരണം സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒന്നും എഫക്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. 1 തിമോത്തി 6:12 പൗലോസ് പറയുക, ഫൈറ്റിംഗ് എ ഗുഡ് ഫൈറ്റ്, നല്ല പോര് എന്ന് പറഞ്ഞാൽ, പോരെന്ന് പറഞ്ഞാൽ അങ്ങ് അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത് ജയിക്കുന്നതല്ല. ഇത് ജയം കഴിഞ്ഞിട്ടുള്ളത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റതോടെ ജയം നമുക്ക് വന്ന് കഴിഞ്ഞിരിക്കുക. അതിൻ്റെ അറിവോടെ എ ഗുഡ് ഫൈറ്റ്, ഇതിനകത്ത് ഞാനാണ് ജയിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ഗുഡ് ഫൈറ്റിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. ആ മറുവശമാണ് നിത്യജീവനെ മുറുകെ പിടിച്ച്. പലപ്പോഴും സംഭവിക്കുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞ് ഫെയ്ത്ത് കൊണ്ട്, വിശ്വാസത്താൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാം എന്ന് പറയുമ്പോൾ സംടൈംസ് ചിലപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമായി തീരുക. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി കാർ വാങ്ങിക്കാം, ഇത് കിട്ടും. പക്ഷേ ആ നിത്യതയുടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെയും വാല്യൂസ് അതങ്ങ് മറന്നുപോയി വെറും പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്, ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചെങ്കിൽ യു ആർ ദ മോസ്റ്റ് പിറ്റിയബിൾ. നിങ്ങളെക്കാളും ദരിദ്രന്മാരാരുമല്ല. കാര്യം എന്ന് വെച്ചാൽ എന്നാ, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് ഈ ലോകത്തിലൊരു ജയകരമായ ജീവിതമുണ്ട് 100%. അത് നമ്മൾ വിശ്വാസത്താലാണ് പിടിച്ചെടുക്കുന്നത്. പക്ഷേ നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും മറക്കത്തില്ല. തിമോത്തിക്ക് എഴുതിയ ലേഖനങ്ങളിൽ അവസാനിപ്പിക്കുമ്പോൾ 2 തിമോത്തി 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിമോത്തിക്ക് എഴുതുക, ഐ ചാർജ് യു ദെയർഫോർ ബിഫോർ ഗോഡ് ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹു വിൽ ജഡ്ജ് ദ ലിവിങ് ആൻഡ് ദ ഡെഡ് അറ്റ് ഹിസ് അപ്പിയറിംഗ് ഓഫ് ദ കിങ്ഡം. കർത്താവിൻ്റെ വരവിൽ മരിച്ചവരെയും ജീവനോടിരിക്കുന്നവരെയും ന്യായവിധിക്കുന്ന ക്രിസ്തു യേശുവിലെ പ്രബോധനത്തിൽ അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നു. എന്നിട്ട് പറയാണ്, പ്രീച്ച് ദ വേർഡ്, be ready in season, out of season, convince, rebuke, exhort with all long suffering. The time will come, they who do not endure sound doctrine, but according to their own desire, because they have itching ears, they will heap upon themselves teachers. Sound doctrine എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡോക്ട്രിൻ. ചിലർക്ക് നിത്യജീവനും മാനസാന്തരപ്പെട്ട ദൈവവചനത്തിലെ ആധാരമായൊരു ജീവിതം അത് കേൾക്കണ്ട. ഇപ്പം കാറ് കിട്ടുന്ന കാര്യം പറ, കാറ് കിട്ടുന്നേ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം പിന്തുടരും, അനുഗ്രഹം എന്നെ ഓവർടേക്ക് ചെയ്യും ക്രിസ്തു യേശുവിൽ. പക്ഷേ അത് മാത്രമാണോ ജീവിതം? അല്ല, അതിനേക്കാളും അപ്പുറം ഈ ശരീരത്തിൽ നിന്ന് ഞാൻ വിടുന്ന ഒരു ദിവസമുണ്ട്. അതാണ് അന്ന് എൻ്റെ യാഥാർത്ഥ്യ ജീവിതം ആരംഭിക്കുന്നത്. എന്നെ കർത്താവ് ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ്. ആ ഉദ്ദേശത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്നോട് ചെയ്ത കാര്യങ്ങൾ നിത്യജീവനിലേക്ക് മറ്റുള്ളവരെയും കൂടെ നടത്താനുള്ള ഒരു ഉദ്ദേശത്തിലാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. വെറും ഈ ഭൂമിയിലേക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്കും എൻ്റെ മക്കൾക്കും എനിക്ക് ഓർത്തു, അവിടെ എവിടെയൊക്കെ ഞാൻ വരുമോ അവിടെ സ്വാർത്ഥത വരും. ആ സ്വാർത്ഥത വരുമ്പോൾ ജഡത്തിൽ നടക്കാൻ നമ്മൾ മടിക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം മാറി ജഡത്തിലാകും പിന്നെ നമ്മുടെ എല്ലാം നടപ്പ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് സ്പീക്കിങ്ങും നമ്മളുടെ വിശ്വാസം തമ്മിൽ ഒരു വ്യത്യാസവും വരത്തില്ല. നമ്മളിന്ന് ആശ്രയിക്കുന്നത് അത് പറഞ്ഞത് കിട്ടുമെന്ന് പറയണം, ദർശനമുണ്ടാകണം. എന്നാൽ നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദോസ് ഹു ഡു നോട്ട് എൻഡ്യൂർ ദ സൗണ്ട് ഡോക്ട്രിൻ ബട്ട് ദേ ഹാവ് ഇച്ചിങ് ഇയേഴ്സ്. അവരുടെ ചെവി ചൊറിഞ്ഞു കൊടുക്കുന്ന ഉപദേഷ്ടാക്കന്മാരും വരും. നിന്നെ ഭയങ്കരമായിട്ട് ദൈവം ഉയർത്തുന്നേ.
അത് പിന്നെയും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, എന്നെ ഉയർത്തുന്നത് തന്നെയാണ്. ബട്ട് ഹെൽപ്പ് മീ ടു ലീഡ് എ ലൈഫ് ദാറ്റ് ഈസ് പ്ലീസിങ് ഗോഡ്. കാര്യം എനിക്കിത് കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്. അതാണ് തൊട്ട് താഴെ, ആൻഡ് ബി വാച്ച്ഫുൾ, ദേ ടേൺ ദെയർ ഇയേഴ്സ് ഫ്രം ദ ട്രൂത്ത് ആൻഡ് ബി ടേൺഡ് അസൈഡ് ടു ഫേബിൾസ്, ബട്ട് യു ബി വാച്ച്ഫുൾ ഇൻ ഓൾ തിങ്സ്, endure affliction, do the work of an evangelist, fulfill your ministry. Do the work of an evangelist and fulfill. ഏത് തരത്തിലുള്ള വെല്ലുവിളിയാണോ അതൊന്നും കൂട്ടാക്കാതെ എന്നെ ദൈവമാക്കിച്ചിരിക്കുന്ന ഒന്നാമത്തെ ദൗത്യം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അതാ എൻ്റെ പ്രൈമറി എയിം. അത് ഞാൻ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് വറിയാകേണ്ട ആവശ്യം പോലുമില്ല. എന്നിട്ട് പൗലോസ് താഴെ പറയാം, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് ഫിനിഷ് ദ റേസ്, ഐ ഹാവ് കെപ്റ്റ് ദ ഫൈറ്റ്. ഞാൻ നല്ല പോർ പൊരുതി, എൻ്റെ ഓട്ടം ഞാൻ തികച്ചു. ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ലുക്ക്, വിച്ച് ഈസ് ബാലൻസ്ഡ്. എന്നിട്ട് പറയാം, ഫൈനലി ദെയർ ഇസ് ലേഡ് അപ്പ് ഫോർ മീ ദ ക്രൗൺ ഓഫ് റൈച്ചിയസ്നെസ്. എന്നെ ദൈവം ഭരമേൽപ്പിച്ചതെല്ലാം വിശ്വസ്തയോടുകൂടി. താൻ അതിൻ്റെ താഴെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറയാം, താൻ ഒറ്റപ്പെടുന്ന സമയത്ത് തന്നെ അലക്സാൻഡ്രസും കോപ്പർ സ്മിത്ത് ഡിഡ് മച്ച് ഹാം ടു മീ. അത് എൻ്റെ ശുശ്രൂഷയിൽ അവർ പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എങ്ങനെ പറയാം, ബട്ട് ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ ആൻഡ് സ്ട്രെങ്തൻ മീ സോ ദാറ്റ് ദ മെസ്സേജ് മേ ബി പ്രീച്ച്ഡ് ഫുള്ളി ത്രൂ മീ ആൻഡ് ദാറ്റ് ഓൾ ദ ജെൻറ്റൈൽസ് മൈറ്റ് ഹിയർ. ഓൾസോ ഐ വാസ് ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ദ ലയൺ. ദ ലോർഡ് വിൽ ഡെലിവർ മീ ഫ്രം എവറി ഈവിൾ വർക്ക് and preserve me for the heavenly kingdom. Now look, ഇതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദ ലോർഡ്, 2 തിമോത്തി 4:18 ആൻഡ് ദ ലോർഡ് വിൽ ഡെലിവർ മീ ഫ്രം ഓൾ എവറി ഈവിൾ വർക്ക് ആൻഡ് പ്രിസർവ് മീ ഫോർ ദ ഹെവൻലി കിങ്ഡം. എന്നെ ദൈവം പ്രിസർവ് ചെയ്യും ഫോർ ദ ഹെവൻലി കിങ്ഡം. യെറ്റ് ഈ ലോകത്തിൽ ജയകരമായ ജീവിതം, a triumphant life in Christ Jesus. ആ രണ്ടിൻ്റെയും ബാലൻസ്ഡ് ആണ് ഒരു ക്രൈസ്തവ ജീവിതം. കണ്ടൻറ്റ്മെൻറ്റ് ഇൻ എവ്രി വേ. എൻ്റെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ എന്നിലിരിക്കുന്ന യേശു, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച യേശു, ഹി നോസ് ഇറ്റ്. ഞാൻ ചോദിക്കുന്ന മുമ്പ് എൻ്റെ കാര്യങ്ങളെ അറിയാം. അത് തക്ക സമയത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടത്തപ്പെടും. ഭീഷണികളും അതും എല്ലാം വരുമ്പോൾ കുലുങ്ങരുത്, അനങ്ങരുത്. കാര്യം നമുക്കെതിരെ ഉയരുന്ന ഒരായുധവും നമുക്കെതിരെ ഫലിക്കത്തില്ല. എഴുതപ്പെട്ട വചനം മാറിപ്പോകത്തില്ല. വിളിച്ചവൻ വിശ്വസ്തന, പറഞ്ഞവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഫൈറ്റിംഗ് എ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്, ഹോൾഡിംഗ് ഓൺ ടു ഇറ്റേണൽ ലൈഫ് എന്ന 1 തിമോത്തി 6:12 പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ പറയാം, യേശുവിനെ നോക്കിക്ക് എങ്ങനെയായിരുന്നു. താൻ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ താൻ രോഗികളെ സൗഖ്യമാക്കി, കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, 5 അപ്പത്തെ 5000 പേരെ പോഷിപ്പിച്ചു, ലാസറിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ തൻ്റെ അത്ഭുത പ്രാർത്ഥന എന്ന് ഞാൻ പറയും. അത്ഭുത പ്രാർത്ഥന, അതൊരു പ്രാർത്ഥനയല്ല, ഇറ്റ് ഈസ് പിതാവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതിനായി സ്തോത്രം. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലാതെ ഇവിടെ നിൽക്കുന്നവർ കേൾക്കാനാണ്, അവരറിയാനാണ് നീ എന്നെ അയച്ചത്. ഹീ ഈസ് കൺവിൻസ്ഡ് അബൌട്ട് ദ ഫാദർ. തൻ്റെ ആ ഭൂമിയിലുള്ള വാസത്തിൽ ഒരു സെക്കൻഡ് പോലും വിശ്വാസത്തിൽ താൻ മാറുന്നില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ഹി ഹാസ് ഫെയ്ത്ത്. താൻ തൊടുമ്പോൾ തൻ്റെ പിതാവാണ് നിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. ഈ 3 ദിവസം ഈ 5000 പേര് മുമ്പിൽ ഇരുത്തിയതും 5000 പേരും കുഞ്ഞുങ്ങളും ഏകദേശം 20,000 പേര് മുമ്പിലിരിക്കുമ്പോൾ ആ 20,000 പേർക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അത് വർദ്ധിക്കും. വിശ്വാസമാണ്. കൊടുങ്കാറ്റിൽ ആ പടക് ഒലയുമ്പോൾ കാറ്റ് ശാന്തമാകാമെന്ന് പറയുമ്പോൾ വിശ്വാസമാണ്. ആ പന്നിക്കൂട്ടത്തിൽ നിന്ന് ഭൂതം ഇറങ്ങിപ്പോന്ന് പറയുന്നത് വിശ്വാസമാണ്. തനിക്കറിയാം താൻ പറയുമ്പം തൻ്റെ ഉള്ളിൽ താനും പിതാവുമായിട്ടുള്ള കൂട്ടായ്മ സ്ട്രോങ് ആയതുകൊണ്ട് ഹി നോസ് വാട്ട് ഹി സ്പീക്സ് വിൽ ഹാപ്പൻ. യേശു വിശ്വാസത്താല ഭൂമിയിൽ ജീവിച്ചത്. അതാ യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. എന്നാൽ ആ 1 തിമോത്തി 6:12 അവസാനം പറയുക, ജസ്റ്റ് ലൈക്ക് ജീസസ് ഹു കെപ്റ്റ് ഹിസ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ പീലാത്തോസിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴും അവിടെയാ തൻ്റെ ബാലൻസ് ഓഫ് ഫെയ്ത്ത്
എന്ന് കാണാൻ പറ്റുന്നത്. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്നാ മിണ്ടാതിരിക്കുന്നത്, നിനക്കറിയത്തില്ല എനിക്ക് നിന്നെ വിടുവിക്കാൻ പറ്റുമെന്ന് പീലാത്തോസ് പറയുമ്പോൾ എൻ്റെ യേശുവിൻ്റെ ഉള്ളിൽ ചിരിയാണ്. പീലാത്തോസ് നിന്നെ ഇരുത്തിയതുപോലെ എൻ്റെ പിതാവാണ്. ഇവിടെ ഞാൻ വിശ്വാസമല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, നിത്യതയുടെ ഉറപ്പായിരിക്കും. ഐ എം നോട്ട് ലുക്കിംഗ് എനിത്തിങ് അപ്പോൺ യു പീലാത്തോസ്. പീലാത്തോസ് നിന്നിലല്ല ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്, എന്നെ അയച്ച പിതാവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അവൻ എന്നെ ഐ ആം ഹിയർ ഫോർ എ പർപ്പസ് ആൻഡ് ഐ നോ വെയർ ഐ എം കമ്മിങ്, ഐ എം ഗോയിങ് വെയർ. ആ കോൺഫിഡൻസ്, അതവിടെ വിശ്വാസത്തെ, ഫൈറ്റിംഗ് എ ഗുഡ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോൾഡിംഗ് ഓൺ ടു ഇറ്റേണൽ ലൈഫ്. അതാ വീണ്ടും തിമോത്തി പറയുന്നത് എ സ്ട്രോങ് ഡോക്ട്രിൻ, എ സൗണ്ട് ഡോക്ട്രിൻ. അതാ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ഒരു വൺ വേ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു ഫെയ്ത്തല്ല. എല്ലാ മേഖലകളിലും അവൻ്റെ നിറവിൽ നിന്നും നിറയുന്ന അനുഭവം. ഇന്നും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഉറപ്പായി പറയാം, യേശു നിപ്പുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത് യേശു നിപ്പുണ്ട്. അത്ഭുത സൗഖ്യങ്ങൾ നടക്കാൻ പോകുന്നത്, വീര്യപ്രവൃത്തികളാണ് യേശു സൗഖ്യത്തിൻ്റെ കൂടെ നടക്കാൻ പോകുന്നത്. ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. എന്നാൽ ഏറ്റവും വലിയൊരു അത്ഭുതം, ഒന്ന് നമ്മുടെ പാപം മോചിക്കപ്പെടുക, രണ്ട് നിത്യജീവൻ അഥവാ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വരിക. അത് മുഖാന്തരമായി ഉണ്ടാകുന്നത് ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതപ്പെടുക. വാട്ട് എ വണ്ടർഫുൾ ഗോസ്പൽ, വാട്ട് എ സൗണ്ട്. വിശ്വാസത്തിൻ്റെ വീരന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും കാണാപ്പാഠം. വിശ്വാസം എന്നോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാകുന്നു. ഫെയ്ത്ത് എന്ന് പറയുന്നത് സംതിങ് ഇറ്റ് വർക്ക്സ് വിത്ത് ഡെലിജൻസ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർ. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ ദാഹം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഒബീഡിയൻസ്. എനിക്ക് ആ കർത്താവ് എന്തിനാണോ എനിക്ക് വേണ്ടി മരിച്ചത് അതിൻ്റെ മുഴുവൻ അനുഭവങ്ങളും വേണം. ഭൂമിയിലും വേണം, സ്വർഗത്തിൽ ഓഫ് കോഴ്സ് കർത്താവ് നമ്മെ അവിടെ തന്നെ ഇരുത്തിയിരിക്കുക. സോ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ നൗ ഫെയ്ത്ത് ഇസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിതത്തിന് വേണ്ടിയതാ വിശ്വാസം. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പറയാം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ ഏറ്റവും വലിയ സ്നേഹമാണ്. കാര്യം സ്നേഹം എന്നും പോകാൻ പോകുന്നത് കർത്താവിൻ്റെ കൂടെ ഇവിടുന്നും അവിടെയും. അതിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഫെയ്ത്ത് ഈസ് നൗ, ഇപ്പോഴാണ് വിശ്വാസം. ആ വിശ്വാസം ഇതിൻ്റെ വർധനവ് വരുന്നത് ഒന്ന് എൻ്റെ അറിവിലാണ്. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് ദാനമായി ചെയ്ത അല്ലെങ്കിൽ മരണ പുനരുദ്ധാനത്താൽ ഉണ്ടായ സത്യം, നീതീകരണം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഇത് കാരണമായി കൃപയും നീതിദാനത്തിൻ്റെയും, റോമർക്കെഴുതിയ ലേഖനം പറയാണ് 5:17 നീതിയുടെയും കൃപാദാനത്തിൻ്റെയും അതിൻ്റെ അബണ്ടൻസ് ലഭിച്ചവർ ഈ ലോകത്തിൽ എത്രമാത്രം വാഴ്ചയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചോ ഒരു സർക്കംസ്റ്റാൻസോ ഒരു ഇഷ്യൂ നമ്മളെ തൊടുത്തില്ല. നമ്മളതിനെ വാഴുന്നത് അറിവില്ല. എന്താ അറിവ്? ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, കർത്താവിൻ്റെ ഗ്രേസിലാണ് ഞാൻ നിൽക്കുന്നത്. എവിടെയെങ്കിലും എനിക്ക് ബലഹീനതയുണ്ടോ, കർത്താവിൻ്റെ ഗ്രേസ്, കർത്താവിൻ്റെ കൃപ എന്നെ അവിടെ ശക്തിപ്പെടുത്തും. അതാ കൃപാദാനം ലഭിച്ചവർ ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ എത്രമാത്രം അധികം വാഴും. നൗ വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുത്താൽ ആ 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഫെയ്ത്ത് ഇസ് നൗ ഫെയ്ത്ത് ഇസ് ദ സബ്സ്റ്റൻസ്. ഫെയ്ത്ത് ഇസ് നൗ, ഹോപ്പ് ഇസ് ടുമോറോ. വിശ്വാസം ഇന്നത്തേക്ക്, പ്രത്യാശ നാളെ. ഇത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. ഒന്ന് ഞാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്, പ്രത്യാശ നാളത്തെക്കുറിച്ച്. ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരാതിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡ്വെല്ലിങ് കാരണം. അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയില്ല നമ്മുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. പ്രത്യാശ വന്നാലേ നമ്മളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാകത്തുള്ളൂ. മാത്രമല്ല മുമ്പോട്ട് വിശ്വാസത്തോടെ ജീവിക്കാനുള്ള ഇന്ധനവും കൂടെ പ്രത്യാശ. ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്,
By faith we understand that the worlds were framed by the word of God. Now വേൾഡ്സ്, എൻ്റെ ലോകത്തെ, അതിൻ്റെ ഗ്രീക്ക് പദമാണ് എയോൺസ്, AEONS. എൻ്റെ ജീവിതത്തിൽ, ഫുൾ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം ഫ്രെയിം ചെയ്യും, ഒരു ദർശനം എനിക്കുണ്ടാവും. എനിക്ക് ഈ വർഷം ഇതായിരിക്കും ഞാൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന. അതിനകത്തോട്ട് ആ ഫ്രെയിം ചെയ്തിരിക്കുന്ന എൻ്റെ ദർശനം, ആ പ്രത്യാശയ്ക്ക് നൽകുന്ന സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫെയ്ത്ത് ആണ് അതിൻ്റെ സബ്സ്റ്റൻസ്. ചുരുക്കം പറഞ്ഞാൽ ഒരു വീട് പണിയണമെങ്കിൽ ആർക്കിടെക്റ്റ് പ്ലാൻ വരയ്ക്കും, അത് ഹോപ്പാണ്, ഇതാ വരാൻ പോകുന്ന കെട്ടിടം. എന്നാൽ ഇതിൻ്റെ സബ്സ്റ്റൻസ്, ഇത് കടലാസിൽ ഇരുന്നാൽ പണി കാണാൻ പറ്റത്തില്ല. സബ്സ്റ്റൻസ് എന്താ? സിമെൻറ്റ്, ഇഷ്ടിക, മണൽ, അതെല്ലാം കൂടെ കൊടുക്കുമ്പോഴാണ് ഈ വീട് യാഥാർത്ഥ്യത്തിൽ എനിക്ക് കാണാൻ പറ്റും. മറ്റേത് അതിൻ്റെ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്നത് പോലെ ഒരു ഫ്രെയിം ചെയ്തിരിക്കുക. ഞാൻ ഒത്തിരി കാര്യങ്ങളിലോട്ട് ഓടാതെ ഐ ഫ്രെയിം മൈസെൽഫ്. ഇതാണ് എൻ്റെ ഈ ദിവസങ്ങളിൽ ഞാൻ ഇതാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്നെക്കുറിച്ച് പറയാം, ഇതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ ഫ്രെയിം ചെയ്തിരിക്കുന്ന വചനത്തിന് ഫീഡറാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, ഇതിനെ റിയാലിറ്റിയിൽ, സീൻ വേൾഡ്, അദൃശ്യമായ ലോകത്തിൽ കൊണ്ടുവരുന്ന സബ്സ്റ്റൻസാണ്, അല്ലെങ്കിൽ മെറ്റീരിയലാണ് ഫെയ്ത്ത്, വിശ്വാസം. സോ വിശ്വാസത്താൽ ഞാനത് കാണും, വിശ്വാസത്താൽ ഞാനത് പറയും, വിശ്വാസത്താൽ ഞാൻ ദൈവവചനം പ്രകാരം അതിനെ കൺഫസ് ചെയ്യും. ഇതെല്ലാം ഒരു വശം നടക്കുമ്പോൾ ഐ വിൽ അച്ചീവ് ദാറ്റ്. അതാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, സിംഹത്തിൻ്റെ വായകളെ അടച്ചു. ഇമ്മീഡിയറ്റ് നീഡാണ് ഫെയ്ത്ത്. ബട്ട് ദ പ്രോസ്പെക്റ്റീവ്, മുമ്പോട്ടുള്ള വിഷനാണ് ദ ഫ്രെയിംഡ്, വിച്ച് ഈസ് ഫ്രെയിംഡ് വേൾഡ്, വിച്ച് ഈസ് മെയ്ഡ് റിയൽ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഇതിനെക്കുറിച്ചാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഓരോരുത്തരെ വിശ്വാസത്താൽ അവരിത് ചെയ്തു എന്ന് പറയുന്നത്. അതായിരുന്നു അവർ ഫ്രെയിം ചെയ്തിരുന്നത്. വിശ്വാസത്താൽ അവരിന്നത് ചെയ്തു, അത് ഫ്രെയിം ചെയ്തിരുന്നത്. മാത്രമല്ല, ഏറ്റവും മനോഹരമായ ഒരു വചനമായ 8ാമത്തെ വാക്യം, ആൻഡ് എബ്രഹാം ഒബേഡ് വെൻ ഹി വാസ് കോൾഡ് ടു ഗോ ഔട്ട് ടു ദ പ്ലേസ് ഹി വുഡ് റിസീവ് ആസ് എൻ ഇൻഹെറിറ്റൻസ്. ഹി വെൻറ്റ് ഔട്ട് നോട്ട് നോയിങ് വെയർ ഹി വാസ് ഗോയിങ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ തനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ദാറ്റ് ഹി വെയിറ്റഡ് ഫോർ ദ സിറ്റി വിച്ച് വാസ് ഫൗണ്ടേഷൻസ്, ഹൂസ് ബിൽഡർ ആൻഡ് ആർക്കിടെക്റ്റ് ഇസ് ഗോഡ്. താൻ ദൈവം ഇറങ്ങിപ്പുറപ്പെടാൻ പറഞ്ഞപ്പോൾ, നിനക്കൊരു നല്ലൊരു ദേശം ഞാൻ വാഗ്ദത്തം ചെയ്തു, അത് പിക്ചറിലേ വന്നിട്ടുള്ളൂ, ഫ്രെയിമേ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇന്ധനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ നോളജ്, തൻ്റെ അറിവ്. എന്തായിരുന്നു തൻ്റെ അറിവ്? ഈ ദൈവം ആർക്കിടെക്റ്റ് മാത്രമല്ല, വരയ്ക്കുന്നവൻ മാത്രമല്ല, ബിൽഡറും കൂടെയാണ്. ഹി ബിൽഡ്സ് ഇറ്റ്. ആർക്കിടെക്റ്റ് കം ബിൽഡർ, അതാ ദൈവം. പ്രിയമുള്ളവരെ, അവർ എല്ലാം വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ വചനം പറയാ, അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല, യേശുവിനെ അവർ പ്രാപിച്ചില്ല. ഇന്ന് യേശു ആകുന്ന രക്ഷകൻ വാഗ്ദത്തം എൻജോയ് ചെയ്യാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ എത്രമാത്രം അധികം വിശ്വാസത്തോടെ നമ്മൾ ഈ ലോകത്ത് ജയിക്കും. മാത്രമല്ല, പ്രത്യാശയോടെ നമ്മളായിരിക്കും കർത്താവിനെ മുഖാമുഖം കാണുവാൻ. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഹെവൻലീസ്. കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കും. എനിക്കറിയാം, അത് നടക്കും. വാതിലുകൾ തുറക്കപ്പെടും. സാമ്പത്തികമായി ഒരു ചോടൂലും വെക്കാൻ മേലാതെ ഭാരപ്പെടുന്നവർ, അത്ഭുത വഴികൾ ഇന്ന് പകൽ തുറക്കപ്പെടും. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം, മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. വ്രണം വന്ന്, ആ മുഴക്കകത്ത് വ്രണം വന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും എന്നെ കാണുന്നുണ്ട്. ഇപ്പോഴും ആ വ്രണം
ബ്ലീഡ് ചെയ്യുന്ന പസ് കാരണം ബ്ലീഡ് ചെയ്യുന്ന അത് യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങി അപ്രത്യക്ഷമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യമാകട്ടെ. ലെഫ്റ്റ് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും എന്നെ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പുതിയ കണ്ണ് സൃഷ്ടിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെടട്ടെ. പാൻക്രിയാറ്റിസ് ആയ ആരും വലിയ വേദനയോടെ എന്നെ ഇപ്പോൾ പ്രഭാതത്തിൽ കാണുന്നുണ്ട്. നിങ്ങളൊരു കൈ വാസ്തവത്തിൽ അവിടെ വെച്ചുമായിരിക്കുന്ന വേദന കാരണം ആ കരത്തിന് മീതെ യേശുവിൻ്റെ കരം നീട്ടി അത്ഭുത സൗഖ്യമാകട്ടെ, അത്ഭുത സൗഖ്യമാകട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികളും തുറക്കപ്പെടണം. സാമ്പത്തികമായ കടബാധ്യതയിൽ അറിയാതെ പെട്ടു നിൽക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പുതുവഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയ്ക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे